നമസ്കാരം. അതിശക്തമായ നിയമവാഴ്ചയുള്ള പാശ്ചാത്യ രാജ്യങ്ങളിലോ അറബ് രാജ്യങ്ങളിലോ ആയിരുന്നു വെള്ളാപ്പള്ളി നടേശൻ ജനിച്ച് ഇങ്ങനെ ജീവിച്ചതെങ്കിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ അദ്ദേഹം ജയിലിൽ അടയ്ക്കപ്പെടുമായിരുന്നു. ഒരിക്കലും വെളിച്ചം കാണാത്ത വിധത്തിൽ അത്രയധികം ക്രിമിനൽ മനോഭാവമുള്ള അനേകായിരം ക്രിമിനൽ കേസുകളിൽ പ്രതിയാവേണ്ട ഒരു വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശൻ. ഇപ്പോൾ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായിട്ടും ഒരു സമുദായത്തെ ഹൈജാക്ക് ചെയ്ത് ആ സമുദായത്തിൻ്റെ സംരക്ഷണയിൽ തണലിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വെള്ളാപ്പള്ളി നടേശൻ്റെ ക്രിമിനൽ ബുദ്ധിക്ക് ഓശാന പാടുന്നു. എന്ന് മാത്രമല്ല, ജയിലിൽ കിടക്കേണ്ട വെള്ളാപ്പള്ളി നടേശനെ നാളെ രാജ്യത്തിൻ്റെ പരമോന്നത പുരസ്കാരങ്ങളിൽ മൂന്നാമത്തേത് പത്മഭൂഷൺ ഇന്ത്യയുടെ ആദരണീയ രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമു കൈമാറുകയാണ്. സാമൂഹിക രംഗത്തെ മഹത്തായ സേവനം മാനിച്ചുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ പുരസ്കാരം കൊടുക്കുന്നത് എന്നാണ് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചത്. മോദി സർക്കാരിൻ്റെ തിളക്കമേറിയ നേട്ടങ്ങളുടെ പട്ടികയിൽ എക്കാലത്തും കറുത്ത മഷി കൊണ്ട് കുറിക്കപ്പെട്ടതായിരിക്കും വെള്ളാപ്പള്ളി നടേശൻ എന്ന ക്രിമിനൽ ബുദ്ധിക്കാരന് കൊടുത്ത പത്മഭൂഷൺ. പത്മഭൂഷൺ പണം കൊടുത്താൽ കിട്ടുന്നതാണ് എന്ന് നേരത്തെ തന്നെ പറഞ്ഞു എന്നത് മാത്രമാണ് ആകെ ഈ വിഷയത്തിലുള്ള ഒരു ആശ്വാസം. ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങളുടെ അമരക്കാരിൽ ഒരാളായ ചേർത്തലയിലെ രാജീവ് PS ഇങ്ങനെയാണ് എഴുതിയത്: ഈ കൊടുംപാതകത്തിന് ഞങ്ങൾക്ക് പങ്കില്ല. ശ്രീനാരായണ ഗുരുദേവൻ്റെ കസേരയിൽ ഇരുന്നു കൊണ്ട് ഏറ്റവും അധികം ഗുരുനിന്ദ നടത്തിയ ഒരു മഹാപാപിക്ക് ഇന്ന് കേന്ദ്ര സർക്കാർ രാജ്യത്തെ പരമോന്നത ബഹുമതികളിൽ ഒന്ന് സമ്മാനിക്കുകയാണ്. എന്നാൽ ഈ മഹാപാപത്തിന് സംസ്ഥാന സർക്കാരിൻ്റെ പിന്തുണയോ ശുപാർശയോ ഇല്ല എന്ന് കാണിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ എനിക്ക് നൽകിയ കത്ത് ചുവട് ചേർക്കുന്നു. വെള്ളാപ്പള്ളിയുടെ സകലവിധ തട്ടിപ്പുകൾക്കും ക്രിമിനൽ കുറ്റങ്ങൾക്കും ഒത്താശ ചെയ്തു കൊടുത്ത പിണറായി സർക്കാർ പോലും ഇത്തരമൊരു കൊടുംപാതകത്തിന് മുതിർന്നിട്ടില്ല എന്ന് ഓർക്കണം. അപ്പോൾ ഇതിൻ്റെ മുഴുവൻ പിന്നിൽ BJP സർക്കാർ മാത്രമാണെന്നല്ലേ? കാശ് കൊടുത്താൽ ഏതു പട്ടിക്കും കിട്ടുന്നതാണ് ഈ പത്മഭൂഷൺ എന്ന് പരസ്യമായി അവഹേളിച്ച ഒരു വ്യക്തിക്ക് തന്നെ ഇത് നൽകുകയും അദ്ദേഹത്തിന് ഇത് നൽകുവാനുള്ള യഥാർത്ഥ മാനദണ്ഡം വ്യക്തമാക്കാതിരിക്കുകയും കൂടി ചെയ്യുമ്പോൾ കേന്ദ്ര സർക്കാർ പണം വാങ്ങിക്കൊണ്ടാണ് ഈ അവാർഡ് നൽകുന്നത് എന്ന് തന്നെയല്ലേ? ഇത് സംബന്ധിച്ച് നിരവധി പരാതികൾക്കും കോടതി ഉത്തരവുകൾക്കും കേന്ദ്ര സർക്കാർ മറുപടി നൽകിയിട്ടില്ല എന്നുകൂടി ഓർക്കണം. ഏതായാലും ശ്രീനാരായണ ഗുരുദേവനെയും മുൻപ് ഇത്തരം അവാർഡുകൾ നേടിയ മഹാരഥന്മാരെയും എല്ലാം ഒരുപോലെ അപമാനിച്ച കേന്ദ്ര സർക്കാർ ഇതിന് കണക്ക് പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. യഥാർത്ഥത്തിൽ പത്മ പുരസ്കാരം വാങ്ങുന്ന സകലരെയും അപമാനിക്കുന്നതായി ഈ തീരുമാനം. ഇതിനെതിരെ ചിലർ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് വിശദീകരണം തേടുകയും ചെയ്തെങ്കിലും അവർ മറുപടി പോലും നൽകിയിട്ടില്ല. ഇവിടെ 3 കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട്. 1, എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി വെറുക്കപ്പെടേണ്ടത്? 2, എങ്ങനെയാണ് പിണറായി വിജയൻ ഈ ക്രിമിനലിനെ സംരക്ഷിച്ചത്? 3, VD സതീശൻ്റെ കാലിൽ പിടിച്ചിട്ടും ഇപ്പോൾ വെള്ളാപ്പള്ളി എങ്ങനെയാണ് ആപത്തിലായത്? ഇനി എന്ത് സംഭവിക്കും? വെള്ളാപ്പള്ളി നടേശനെ എതിർക്കേണ്ടത് അദ്ദേഹം മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തി ലീഗിനെതിരെ വിമർശിച്ചു എന്നതുകൊണ്ടാണ് എന്ന് വരുത്തി തീർക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. അത് രണ്ടുമാവാം ചിലരുടെ പ്രശ്നം. വെള്ളാപ്പള്ളി വർഗീയത പറയുന്നു, മുസ്ലിം വിരുദ്ധനാണ്, വെള്ളാപ്പള്ളി ലീഗിനെതിരെ പറയുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ചിലർ ശക്തമായി ഉന്നയിക്കുന്നു. ഇത് വെള്ളാപ്പള്ളി മാത്രമല്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. മുസ്ലിം വിരുദ്ധ നിലപാടും ഹിന്ദു വിരുദ്ധ നിലപാടും ക്രിസ്ത്യൻ വിരുദ്ധ നിലപാടുമൊക്കെയുള്ള ആളുകൾ എല്ലായിടത്തുമുണ്ട്. അതുകൊണ്ട് വെള്ളാപ്പള്ളിയുടെ വർഗീയത എതിർക്കപ്പെടേണ്ടതാണെങ്കിലും ജയിലിൽ അടയ്ക്കേണ്ട ഒന്നല്ല. നമ്മുടെ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യങ്ങളിൽ ഒന്നായി പതിയെ പതിയെ മാറിക്കൊണ്ടിരിക്കുകയാണ് വർഗീയതയും. കേവലം ഈ പ്രസ്താവനകളിൽ മാത്രമല്ല, 4 സ്വഭാവമുള്ള ഗൗരവമേറിയ അനേകം കുറ്റകൃത്യങ്ങളുടെ പേരിലാണ് വെള്ളാപ്പള്ളി വെറുക്കപ്പെടേണ്ടത്. ഒന്നാമത്തത്, വെള്ളാപ്പള്ളിയുടെ പ്രേരണയാൽ ആത്മഹത്യ ചെയ്യപ്പെട്ട നിരപരാധികളായ മനുഷ്യരാണ്. ശ്വാസിതികാനന്ദ സ്വാമിയുടെ മരണത്തിലടക്കം വെള്ളാപ്പള്ളി സംശയമുനയിലായിരുന്നു. എന്നാൽ ഒരു കേസിൽ മാത്രമേ വെള്ളാപ്പള്ളിക്കെതിരെ കേസെടുത്തിട്ടുള്ളൂ. അത് KK മഹേശൻ എന്ന വെള്ളാപ്പള്ളിയുടെ അതിവിശ്വസ്തനായിരുന്ന കണിച്ചകുളങ്ങര SNDP യൂണിയൻ സെക്രട്ടറിയുടെ മരണത്തിലാണ്. വെള്ളാപ്പള്ളിയുടെ വിശ്വസ്തനായിരുന്നു, സകല തട്ടിപ്പുകൾക്കും കുടപിടിച്ചിരുന്നു. എന്നാൽ പിടിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായപ്പോൾ എല്ലാ സ്വാധീനവും ഉപയോഗിച്ച് പരമാവധി തടി തപ്പാൻ ശ്രമിച്ചിട്ടും നടക്കാതെ വരുന്ന ഒരു വിഷയമായി മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് മാറിയപ്പോൾ അതിൻ്റെ കോർഡിനേറ്റർ എന്ന നിലയിൽ മുഴുവൻ ഉത്തരവാദിത്തങ്ങളും വെള്ളാപ്പള്ളി മഹേശൻ്റെ തലയിലേക്ക് കെട്ടിവെച്ച് ചവിട്ടിപ്പുറത്താക്കി. തൻ്റെ വിശ്വസ്തനാണ്, നല്ലവനാണ്, അടുപ്പക്കാരനാണ് എന്ന് പറഞ്ഞിരുന്ന വെള്ളാപ്പള്ളി മഹേശൻ SNDPയുടെ പണം മോഷ്ടിച്ച് കോടീശ്വരനായി എന്ന നുണ പറഞ്ഞ് പരത്തി. ഇന്നും ആ കുടുംബത്തിന് സാമ്പത്തിക ബാധ്യതകളേറെയാണ്. ഇത്രയധികം കട്ടുമുടിച്ചവൻ ആ പണം എവിടെ കൊണ്ടുവച്ചു എന്ന് പരിശോധിച്ചാൽ തീരുന്നതേ ഉള്ളൂ. സഖികെട്ട് മനംനൊന്ത് വെള്ളാപ്പള്ളിയെ കണ്ടിറങ്ങിയ KK മഹേശൻ 30 പേജുള്ള ഒരു കത്ത് എഴുതി വെച്ചിട്ട് ജീവൻ ഒടുക്കി.
കേസെടുക്കാൻ പിണറായിയുടെ പോലീസ് മടി കാണിച്ചെങ്കിലും കോടതി നിർദ്ദേശപ്രകാരം കേസെടുക്കേണ്ടി വന്നു. പക്ഷെ ഒരിക്കൽ പോലും വെള്ളാപ്പള്ളിയെ ചോദ്യം ചെയ്തില്ല. പകരം വെള്ളാപ്പള്ളി പറഞ്ഞതുപോലെ കെ മഹേശൻ അടിച്ചുമാറ്റിയ കാശ് തേടി മഹേശന്റെ വീട്ടിൽ പലതവണ ചെന്നെന്ന് മഹേശന്റെ ഭാര്യ പറയുന്നു. ഈ 6 വർഷവും നമുക്ക് നീതി കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഒരു അന്വേഷണം നടത്തിയിട്ട് കൂടെ ഇല്ല. നമ്മൾ ഇതിനിടയ്ക്ക് മുഖ്യമന്ത്രിക്ക് 3 തവണ പരാതി കൊടുത്തു. ഓരോരോ അന്വേഷണക്കാരിങ്ങനെ വരുന്നതല്ലാതെ പ്രതികളെന്ന് ആരോപിക്കുന്നവരുടെ വീട്ടിൽ ഇന്നേ വരെ പോയതായിട്ട് നമുക്കറിയില്ല. പക്ഷെ അതേസമയം ഈ വീട്ടിൽ കയറി ഇറങ്ങി ഓരോരുത്തർ അന്വേഷിക്കുക. അവരന്വേഷിക്കുന്നത് മുഴുവൻ ഈ കട്ടുകൊണ്ടുപോയ സാധനം ഇവിടെ കൊണ്ടുവരിക, കണ്ടുപിടിക്കാനാണ്. ഞങ്ങൾ അന്നും ഇന്നും ആവശ്യപ്പെടുന്നത് ഇത് തന്നെയാണ്. ഒരു അന്വേഷണം വേണം. കാരണം ഞങ്ങളുടെ ആൾ നിരപരാധിയാണെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. അദ്ദേഹം എന്ത് സമ്പാദിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ ഉണ്ട്. ഇതിലേറ്റവും ഗുരുതരമായ ആരോപണം വെള്ളാപ്പള്ളി നടേശൻ മഹേശനെ മർദ്ദിച്ചിട്ടുണ്ടാവും എന്ന ആരോപണമാണ്. അങ്ങനെ ഒരു ശീലം വെള്ളാപ്പള്ളിക്കുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. അധികാരവും ധനവും കുമിഞ്ഞുകൂടിയപ്പോൾ, ചുറ്റിനും യന്ത്രത്തോക്കേന്തിയ പോലീസ് കാവൽ സ്ഥിരമായി ഒപ്പമായപ്പോൾ, ഒപ്പം നിൽക്കുന്നവരെ അടുത്ത് വിളിച്ച് മർദ്ദിക്കുക എന്നത് വെള്ളാപ്പള്ളി നടേശൻ്റെ ഹോബികളിൽ ഒന്നായി മാറിയിരുന്നു. പക്ഷെ പിണറായി സംരക്ഷിച്ചുകൊണ്ടേയിരുന്നു. കെ മഹേശന്റെ മരണമാണ് ആദ്യത്തേതെങ്കിൽ, രണ്ടാമത്തേത് മൈക്രോ ഫിനാൻസ് തട്ടിപ്പെന്ന 124 കേസുകളാണ്. SNDP യൂണിയൻ വിവിധ ശാഖകളുടെയും യൂണിയനുകളുടെയും ഒക്കെ പേരിൽ ചില കടലാസ് കമ്പനികളൊക്കെ ഉണ്ടാക്കി 3% പലിശയ്ക്ക് വിവിധ ഏജൻസികളിൽ നിന്നും പണം കടമെടുത്തു. അതിൽ പിന്നോക്ക വിഭാഗ കോർപ്പറേഷൻ എടുത്ത പണമാണ് കേസിന് ആധാരമായത്. 124 കേസുകളാണ് ഇതിന്റെ പേരിൽ വിജിലൻസ് എടുത്തിരിക്കുന്നത്. ഈ 124 കേസിലും വെള്ളാപ്പള്ളി നടേശൻ പ്രതിയാണ്. പക്ഷെ കേസ് ഒരിടത്തും എത്തിയില്ല. ഹൈക്കോടതിയിൽ പരാതിയുമായി ചെന്നപ്പോൾ കോടതി പലതവണ കുടഞ്ഞതുകൊണ്ട് മാത്രം മെല്ലെ കേസ് മുമ്പോട്ട് പോകുന്നു. അതൊരു കേസിലെ കുറ്റപത്രം സമർപ്പിച്ചു. വെള്ളാപ്പള്ളി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. എന്നാൽ വെള്ളാപ്പള്ളിയെ ചോദ്യം ചെയ്യാനോ വെള്ളാപ്പള്ളിയെ അറസ്റ്റ് ചെയ്യാനോ വിജിലൻസിന് ധൈര്യമില്ല. 3% പലിശയ്ക്ക് കോടിക്കണക്കിന് രൂപ കടമെടുത്തിട്ട് 12% പലിശയ്ക്ക് പലർക്കും കൊടുക്കുന്നു. ഇതൊക്കെ കടലാസ് കമ്പനികളാണ്. ഈ പണം ഉപയോഗിച്ചതും തിരിച്ചടിക്കാതിരുന്നതുമൊക്കെ വെള്ളാപ്പള്ളിക്ക് വേണ്ടപ്പെട്ടവർ തന്നെ. പല യൂണിയനുകളും ശാഖകളും ഒക്കെ തങ്ങളുടെ പേര് ലോൺ എടുത്തു എന്ന് അറിയുന്നത് പോലും നോട്ടീസ് വരുമ്പോഴാണ്. അത്രയും വലിയൊരു അഴിമതിയാണ് മൈക്രോ ഫിനാൻസ് തട്ടിപ്പ്. ഈ മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ കൈവച്ചതാണ് ജേക്കബ് തോമസ് എന്ന സത്യസന്ധനായ ഓഫീസറെ പിണറായി വെറുക്കാൻ കാരണം. പിന്നിങ്ങോട്ട് ആർക്കും വെള്ളാപ്പള്ളിയെ തൊടാൻ കഴിഞ്ഞില്ല. മൂന്നാമത്തത് SNDP SN ട്രസ്റ്റ് സ്ഥാപനങ്ങളിലെ നിയമനങ്ങളിലെ കോഴയാണ്. പിണറായി വിജയൻ ഇറങ്ങിപ്പോകുന്നതിന് തൊട്ടു മുൻപും 88 സീറ്റുകൾ അനുവദിച്ചു. ഏതാണ്ട് 150ഓളം കോടിയുടെ അഴിമതി എന്നാണ് ആരോപണം. മറ്റൊരു മതസ്ഥാപനത്തിനും ഇത്തരം തസ്തികകൾ അനുവദിച്ചു കൊടുത്തില്ല. വെള്ളാപ്പള്ളി അധികാരത്തിൽ എത്തുന്നതിന് മുൻപ് SNDP SN ട്രസ്റ്റ് സ്ഥാപനങ്ങളിലേക്ക് നിയമനങ്ങളോ വിദ്യാർത്ഥികളുടെ പ്രവേശനമൊക്കെ നടക്കുമ്പോൾ കോഴ വാങ്ങിയിരുന്നെങ്കിൽ അത് ട്രസ്റ്റിനും SNDPക്കുമായിരുന്നു. എന്നാൽ ഇത് വെള്ളാപ്പള്ളി കൊണ്ടുപോയി. കള്ളപ്പണം ചാക്കിൽ കെട്ടിക്കൊണ്ടുപോകുന്ന അഴിമതി. ഇതേക്കുറിച്ചും അനേകം പരാതികളും കേസുകളുമുണ്ട്. നാലാമത്തേത് SNDP നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയിരിക്കുന്നു എന്ന കേസാണ്. കമ്പനീസ് ആക്ട് അനുസരിച്ചാണ് SNDP രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്നാൽ DIN നമ്പർ പോലും ഇല്ലാത്തവരാണ് ഡയറക്ട് ബോർഡിലുള്ളത്. കൃത്യമായ വാർഷിക കണക്ക് ഒരിക്കലും സമർപ്പിക്കാറില്ല. അതുകൊണ്ട് തന്നെ SNDPയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കാവുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല 200 പേരിൽ ഒരാൾക്ക് വോട്ടവകാശം എന്നാക്കുകയും ആ ഒരാളെ വെള്ളാപ്പള്ളിയുടെ ശിങ്കടികൾ തന്നെ തെരഞ്ഞെടുത്ത് 90% ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്യുന്ന ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന സമ്പ്രദായമാണ് വെള്ളാപ്പള്ളി കൊണ്ടു നടക്കുന്നത്. ഒരുപക്ഷെ ചൈനയിലും റഷ്യയിലുമൊക്കെ മാത്രമേ ഈ മാതൃക ഇപ്പോഴും ഉണ്ടാവൂ. എന്ന് വെച്ചാൽ ഇവരൊക്കെ വെള്ളാപ്പള്ളിക്ക് വോട്ട് ചെയ്യുന്നവരാണ്. എന്നാൽ ഈ പ്രതിനിധികളെ പിറക്കിയെടുക്കുന്നത് വെള്ളാപ്പള്ളിയുടെ മേൽനോട്ടത്തിലാണ്. ഒരുപക്ഷെ ലോകത്തെ 95% അണികളുമെതിരായിട്ടും സമുദായ നേതാവായി 95% പിന്തുണയോടെ ജയിക്കുന്ന ഏക നേതാവ് വെള്ളാപ്പള്ളി നടേശനാവും. ഇതിനെതിരെ ഹൈക്കോടതി വിധി വന്നു. ഹൈക്കോടതി വിധിയിൽ സ്റ്റേ വാങ്ങി മുമ്പോട്ട് പോകുന്നു. അഞ്ചാമത്തേത് വെള്ളാപ്പള്ളി നടേശൻ നേതൃത്വം കൊടുക്കുന്ന ബിസിനസ് സംരംഭങ്ങളിലെ തട്ടിപ്പാണ്. ബാർ അടക്കമുള്ള അനേകം ബിസിനസ് സംരംഭങ്ങളുണ്ട്. സർവാധികാരിയായ വെള്ളാപ്പള്ളി ആർക്കുമൊന്നും ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് അവയ്ക്ക് നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന സാഹചര്യമുണ്ട്. ഇത്തരം പ്രതിസന്ധികളോടെ കടന്നു പോകുമ്പോഴും വെള്ളാപ്പള്ളിക്ക് പത്മഭൂഷൺ കിട്ടുന്നു. വെള്ളാപ്പള്ളിക്ക് ചുറ്റും യന്ത്രത്തോക്കേന്തിയ 12 കേന്ദ്രസേന അണിനിരക്കുന്നു. പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശനെ കൈപിടിച്ച് മാലയിട്ട് കൊണ്ടു നടക്കുന്നു. അതുകൊണ്ട് തന്നെ പിണറായിക്ക് വേണ്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അഹോരാത്രം പണിയെടുത്തു വെള്ളാപ്പള്ളി നടേശൻ. പക്ഷെ ജനം തിരിച്ചറിഞ്ഞു. ഈഴവരടക്കമുള്ള പൊതുസമൂഹം വെള്ളാപ്പള്ളി നടേശനെതിരെ വിധി എഴുതി, പിണറായിക്കെതിരെ വിധി എഴുതി. നേരെ ഇരുട്ടി വെളുക്കുന്നതിന് മുൻപ് വെള്ളാപ്പള്ളി നടേശൻ തൻ്റെ നിലപാട് തിരുത്തുന്നു. അന്ന് പിണറായിയെ സ്തുതിച്ചിരുന്ന വെള്ളാപ്പള്ളി
ഇന്ന് വി ഡി സതീശനെ സ്തുതിച്ച് നടക്കുകയാണ്. വി ഡി സതീശൻ അഹങ്കാരിയാണ്, NSS പ്രതിനിധികൾക്ക് അപ്പോയിൻമെൻറ്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞ് സുകുമാരൻ നായർ പൊട്ടിത്തെറിച്ചപ്പോൾ കണക്കായിപ്പോയി എന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ മറുപടി. എന്ന് വെച്ചാൽ വി ഡി സതീശൻ സിന്ദാബാദ് എന്ന് വിളിച്ച് മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റൂ. എങ്ങനെയെങ്കിലും വി ഡി സതീശനെ കണിച്ചുകുളങ്ങരയിൽ എത്തിക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് വെള്ളാപ്പള്ളി. സമുദായാംഗമായ മന്ത്രി ബിന്ദു അവിടെ പോയി കണ്ടപ്പോഴും ഈ ആവശ്യമാണ് മുമ്പോട്ട് വെച്ചത്. SNDP യൂണിയൻ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ വെള്ളാപ്പള്ളിയോട് കാണുന്നതിലും സംസാരിക്കുന്നതിലും എന്താണ് കുഴപ്പം എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും വി ഡി സതീശൻ തൽക്കാലം ആ സാഹസത്തിന് മുതിരുന്നില്ല. നിയമത്തിന്റെ വഴിക്ക് പോവട്ടെ, പ്രതികാരമൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷെ നിയമത്തിന്റെ വഴികളെ തടസ്സപ്പെടുത്തുന്നില്ല എന്ന നിലപാടിലേക്ക് വി ഡി സതീശൻ മാറിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് ഈഴവ സമുദായാംഗമായ മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ വെള്ളാപ്പള്ളിക്കെതിരെ ആയുധത്തിന് മൂർച്ച കൂട്ടി രംഗത്തെത്തിയിട്ടുണ്ട്. KK മഹേശന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് എഴുതിയത് VM സുധീരനായിരുന്നു. അവിടെയും നിർത്തുന്നില്ല, കൂടുതൽ കർശനമായി VM സുധീരന്റെ നിരീക്ഷണം തുടരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വെള്ളാപ്പള്ളിയെ രക്ഷിക്കാൻ വി ഡി സതീശൻ മെനക്കെട്ടേക്കില്ല. VM സുധീരനുമായി എല്ലാ കാര്യത്തിലും യുദ്ധത്തിന് പോയാൽ പണി കിട്ടുമെന്ന് ഉമ്മൻചാണ്ടിയുടെ അനുഭവപാഠം നന്നായി അറിയാവുന്ന സതീശൻ അറിയാം. ചില കാര്യങ്ങളിൽ VM സുധീരന് വഴങ്ങാൻ പറ്റില്ല. വെള്ളാപ്പള്ളിയുടെ കാര്യത്തിലെങ്കിലും അനുകൂല നിലപാടെടുത്തില്ലെങ്കിൽ പണിയാകുമെന്ന് തിരിച്ചറിഞ്ഞ വി ഡി സതീശൻ വെള്ളാപ്പള്ളിയെ കൈവിട്ട് കഴിഞ്ഞു. KK മഹേശന്റെ മരണത്തിൽ അന്വേഷണം ശക്തിപ്പെടുകയും വെള്ളാപ്പള്ളിയെ തേടി പോലീസ് ഉടനടി എത്തുകയും ചെയ്യും എന്നാണ് റിപ്പോർട്ട്. മൈക്രോ ഫിനാൻസ് കേസിൽ ആദ്യത്തെ കുറ്റപത്രത്തിന് സർക്കാർ അനുമതി കൊടുത്തേക്കും. ബാക്കി അന്വേഷണം ത്വരിതപ്പെടുത്താനും വെള്ളാപ്പള്ളി നടേശന് മേൽ നിയമ പോരാട്ടം നടത്തുന്നവരെ എതിർക്കാതിരിക്കാനും നീക്കമുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, വെള്ളാപ്പള്ളി നടേശൻ തന്ത്രപൂർവ്വം ഇത് ഈഴവ സമുദായത്തിനെതിരെ SNDPക്കെതിരെയുള്ള നീക്കമാക്കി വ്യാഖ്യാനിക്കുമെന്നതാണ്. അതിൻ്റെ സൂചനയാണ് CBI വന്നാലും എൻ്റെ ഒരു രോമം പോലും പറിക്കില്ല എന്ന് പറഞ്ഞ് വെള്ളാപ്പള്ളി രംഗത്ത് വരാൻ കാരണം. ഈ പുല്ലന്മാർ ഒരുപാട് പണി നമുക്ക് നോക്കിയിട്ട് എൻ്റെ ഒരു രോമത്തോടാകുന്നുണ്ടാവും. എത്ര കേസാണ് എനിക്ക് വേണ്ടത്. ഈ സുപ്രീം കോടതി എത്ര നടക്കുന്നുണ്ട്. കുറേ കട്ടപ്പുറത്തായിരിക്കുന്ന ചില രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. പേര് തന്നെ പറയാൻ എനിക്ക് വഴിയൊന്നുമില്ല. മീഡിയകൾ നിറയെവിടെയാണെന്ന് അറിയാം. ഞാനിവിടെ പറയുമ്പോൾ ഇപ്പം അറിയട്ടെ. സാക്ഷാൽ സുധീരൻ എന്ന് തുടങ്ങി 30 കൊല്ലമായി എന്നെ വേട്ടയാടുന്നത്. കാരണം എന്താണ്, ആലപ്പുഴയിൽ നിന്ന് കെട്ടിച്ചെല്ലി എനിക്ക് നല്ലൊരു പങ്കുണ്ട്. ആ വിരോധം അന്ന് കട്ടപ്പുറത്ത് കയറിയിട്ട് ഇപ്പോഴും കട്ടപ്പുറത്തല്ലേ ഇരിക്കണത്. CBIയുടെ കാര്യത്തിൽ ശരിയായിരിക്കും, പക്ഷേ കേരള പോലീസിന്റെ കാര്യത്തിൽ തൽക്കാലം അത് ശരിയാവാൻ സാധ്യതയില്ല. ഈഴവ സമുദായത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥരെ തന്നെ തെരഞ്ഞു പിടിച്ച് അന്വേഷണ സംഘമുണ്ടാക്കി ശിവഗിരി മഠത്തിന്റെ പിന്തുണയോടുകൂടി വെള്ളാപ്പള്ളിയുടെ അഴിമതിക്കെതിരെ പോരാടാൻ തന്നെയാണ് വി ഡി സതീശൻ നീക്കം. ശിവഗിരി മഠത്തിന് ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടാൻ പരിമിതികളുണ്ടെങ്കിലും SNDPയെയും സമുദായത്തെയും ശുദ്ധീകരിക്കേണ്ടത് ആവശ്യമുണ്ട്. അതിന് സർക്കാരിനെ പിന്തുണയ്ക്കുന്നു എന്ന നിലപാടാണ് സച്ചിദാനന്ദ സ്വാമികളുടേത്. സമുദായത്തിന്റെ പൊതുവികാരത്തിന് അനുകൂലമാണ് ശിവഗിരി മഠമെന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. സമുദായാംഗങ്ങളും ശിവഗിരി മഠവും സമുദായ പ്രമാണികളുമൊക്കെ എതിര് നിൽക്കുമ്പോൾ വെള്ളാപ്പള്ളിയുടെ സാമ്രാജ്യം വീഴുമെന്ന് ഉറപ്പായിട്ടുണ്ട്. 90 വയസ്സ് പിന്നിട്ട് വെള്ളാപ്പള്ളിക്ക് ആയുസ് അവസാനിക്കുന്നതുവരെ ഇതൊക്കെ വലിച്ചു നീട്ടാനുള്ള ശേഷിയുണ്ട്. എന്നാൽ വെള്ളാപ്പള്ളിയുടെ സാമ്രാജ്യം മകനിലേക്ക് കൈമാറാൻ SNDP എന്ന പ്രസ്ഥാനത്തെ മകനിലൂടെ തുടരാനുള്ള വെള്ളാപ്പള്ളിയുടെ മോഹം സാധിച്ചെന്ന് വരില്ല. വെള്ളാപ്പള്ളിയുടെ ചെയ്തികൾക്കൊക്കെ ഒരുപക്ഷെ അനുഭവിക്കേണ്ടി വരുന്നത്, തിരിച്ചടി കൊടുക്കേണ്ടി വരുന്നത്, ജയിലിലാവേണ്ടി വരുന്നത് വെള്ളാപ്പള്ളിയുടെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയായെന്ന് വരാം. ഇപ്പോഴും പിടികിട്ടാത്തത് ഒന്നു മാത്രമേ ഉള്ളൂ. ഒരൊറ്റ ഈഴവൻ്റെ വോട്ട് പോലും പിടിച്ചെടുക്കാൻ വെള്ളാപ്പള്ളിക്കും മകനും ശേഷിയില്ല എന്നറിഞ്ഞിട്ടും എന്തിനാണ് രാജ്യമേറെ സ്നേഹിക്കുന്ന മോദിയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രസ്നേഹമുള്ള പ്രസ്ഥാനം BJPയും ഈ ക്രിമിനൽ കൂട്ടത്തെ സംരക്ഷിക്കുന്നത് എന്ന കാര്യം മാത്രം.